ഈ ഇപ്പോൾ പുറത്ത് പാർട്ടിക്ക് പുറത്തുള്ള ആളുകളാണ് സംസാരിക്കുന്നത്. അവരാണ് ഇനി പരാതി കൊടുക്കുമെങ്കിൽ കൊടുക്കാൻ പോകുന്നത് ഔദ്യോഗികമായി. എൻ്റെ ചോദ്യം, പാർട്ടിയെ ഓർത്ത്, കോൺഗ്രസ് പാർട്ടിയെ ഓർത്ത് ഇക്കാര്യം പാർട്ടി നേതൃത്വത്തെ മാത്രം ധരിപ്പിച്ചിട്ടുള്ള, അവരോട് മാത്രം പരാതി പറഞ്ഞിട്ടുള്ള മറ്റുള്ളവരുണ്ട്. അത് കൺഫേംഡ് ആയിട്ടുള്ള വിവരമാണ്. എന്നിട്ട് അവരോട് എന്ത് നീതി കോൺഗ്രസ് കാണിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. മറ്റത് പോലീസ് നോക്കിക്കോളും, പോലീസിൽ കംപ്ലൈൻറ്റ് വരുമ്പോൾ പോലീസ് നോക്കിക്കോളും. പാർട്ടിക്കകത്ത് മാത്രം പറഞ്ഞാൽ മതി. ഇപ്പോൾ റിനി ആൻ ജോർജ് പറഞ്ഞത് കണ്ടോ, എൻ്റെ അടുത്ത സുഹൃത്താണ്, പാർട്ടി പ്രവർത്തകനാണ്, പ്രസ്ഥാനത്തെ കരുതി ഞാൻ മിണ്ടിയിട്ടില്ല, പ്രസ്ഥാനത്തോടെ പരാതി പറഞ്ഞിട്ടുള്ളൂ, അയാൾ നവീകരിക്കപ്പെടട്ടെ. ആ ഒരു പ്രതികരണത്തിൻ്റെ ക്ലാസ് മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസ് പാർട്ടി നേതൃത്വം അടിയന്തരമായി കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതികൾ പരിഹരിക്കണം. വേണ്ടേ? ഓക്കെ ഫാറൂഖ്. ഓക്കെ, ഇവിടെ ആദ്യം ഇപ്പോൾ CPM പ്രതിനിധി 2022 ഒരു പരാതി പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കണം, അദ്ദേഹം ആ പരാതിന്മേൽ ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് പാർട്ടി വിട്ട സമയത്തൊന്നും ഒരു അക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ, അല്ലെങ്കിൽ ഈ പാർട്ടി നിൽക്കുമ്പോഴൊന്നും മിണ്ടിയിട്ടില്ലല്ലോ. ഞാൻ 2022 ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഒരു മുൻ MLA കിടക്കുന്ന ഒരു പോസ്റ്റ് ഞാൻ പറയാം. അല്ല, അദ്ദേഹം ഇലക്ഷന്റെ സമയത്ത് പറഞ്ഞത് VD സതീശനിസം എന്നാണ്, ഷാഫി പറമ്പിലിസം. ഇതിനെതിരെയാണ് എൻ്റെ പോരാട്ടം. ഈ ഇസത്തിന്റെ കൂടെ എൻ്റെ കൂടെ കുറെ ആളുകൾ, ഈ ഇസത്തിനെതിരായി നിൽക്കുന്ന കുറെ ആളുകളുണ്ടെന്നല്ല ഈ വിഷയം പറഞ്ഞിട്ടില്ല. ഈ 2022 ആ സ്പീക്കറിന്റെ ഒരു ഫോട്ടോ പാട്ടുണ്ട്, വഴി അറിയാതെ മേഘനൊമ്പരം എന്ന് പറയുന്ന ഇപ്പോഴും ഉണ്ട്, രാജിവെച്ചിട്ടില്ല. അല്ല, ഞാൻ പറയുന്നതല്ല, അദ്ദേഹം പറഞ്ഞ വിഷയത്തിൽ ഇവിടെ ഇരുന്ന് ഇപ്പോൾ പാർട്ടി വിട്ടതിന് ശേഷം എനിക്കൊരു പരാതി ഉണ്ടായിരുന്നു. ആ ഒരു പരാതിയെ കുറിച്ചിട്ടും പാർട്ടി അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം മാത്രം അറിയുന്നു. ഇനി ഇദ്ദേഹത്തിന് ആ പരാതി പാർട്ടിയിൽ നിൽക്കുമ്പോൾ പറയുന്നില്ല, പാർട്ടി വിട്ട സമയത്ത് ഈ സതീശ് ഇദ്ദേഹം ആ കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞിട്ടില്ലല്ലോ. എവിടെ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ ഇദ്ദേഹത്തിന്റെ ഒരു ദിവസം 4 നേരം ഇദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം കേൾക്കുന്ന ആളാണ്. ഇനി രണ്ടാമത്, പാർട്ടിക്കകത്ത് പരാതികൾ ഇനി പ്രതിപക്ഷ നേതാവിന് ആര് കൊടുത്തു പരാതി? ഇദ്ദേഹം പരാതി എന്തായിരുന്നു? ഇദ്ദേഹത്തിന്റെ പരാതി എന്താണ്? തെരഞ്ഞെടുപ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തോറ്റു. അതാണ് പ്രശ്നം, വേറെ പ്രശ്നമൊന്നുമല്ല. ഈ വിഷയം ഇദ്ദേഹത്തിന്റെ വിഷയമായതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇനി ഇവിടെ അജിംസ് ചോദിച്ച ചോദ്യം ഉണ്ടല്ലോ, പാർട്ടിക്കകത്ത് പരാതി ഉണ്ടെങ്കിൽ ആ പരാതിക്കകത്ത് നടപടി എടുക്കാൻ കഴിയും പാർട്ടിക്ക്. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ, പാർട്ടിക്കകത്ത് പരാതി ഉണ്ടെങ്കിൽ അത് ഇന്ന് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടെ, ഏതെങ്കിലും ഒരു നേതാവ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ട് ഈ പറയുന്ന പെൺകുട്ടിക്ക് എതിരായിട്ടൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടോ? ഈ പറയുന്ന രീതിയിൽ ഒരിക്കലും തന്നെ പാർട്ടി അക്കാര്യത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ക്രിസ്റ്റൽ ക്ലിയറായ നിലപാടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ പാർട്ടിക്കകത്ത് ഒരു പരാതി മുമ്പ് പറഞ്ഞിരുന്നു, ഷൊർണൂർ മുൻ MLA-ക്കെതിരെ. ആ പാർട്ടിക്കകത്ത് പറഞ്ഞ പരാതിക്കകത്ത് പാർട്ടി എന്ത് നടപടിയെടുത്തത്? അവിടെ 2 പേർ അന്വേഷണ കമ്മീഷൻ വെച്ചു. ഒന്ന് ശ്രീമതി ടീച്ചർ, 2 AK ബാലൻ. ഇവർ 2 പേരും അന്വേഷണം നടത്തിയിട്ട് എന്താ പറഞ്ഞത്? ഈ പീഡനത്തിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ക്ലീൻ ചീറ്റ് കൊടുക്കുന്ന ഒരു സംഗതിയാണ് കണ്ടത്. അപ്പോൾ ഇവിടെ പാർട്ടിക്കകത്ത് പരാതികൾ, ആ പരാതികൾ ഉണ്ടെങ്കിൽ ആ പരാതികൾ പരിഹരിക്കാനും നടപടിയെടുക്കാനും പാർട്ടിക്ക് ഒരു വിമുഖതയും അതിൽ കാണിക്കില്ല. ഇനി രണ്ടാമതൊരു കാര്യം, ഇപ്പോഴും ഈ വിഷയം, നാളെ ഇവിടെ പരാതി വന്നു, നടപടികൾ ഉണ്ടാകുക, പോലീസ് നടപടി ഉണ്ടാകുക, പാർട്ടി അക്കാര്യത്തിലും ഇരകൾക്കൊപ്പമാണ് നിൽക്കുക, ഒരു സംശയം അക്കാര്യത്തിലില്ല. സ്ത്രീത്വത്തെ ബഹുമാനിക്കുക, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിച്ചിട്ടുള്ളത്. അതിന് സർട്ടിഫിക്കറ്റ് പാർട്ടി വിട്ട ഈ പറയുന്ന CPM പ്രതിനിധിയുടെ സർട്ടിഫിക്കറ്റ് അക്കാര്യത്തിൽ വേണ്ട. എന്തായാലും ഈ വിഷയത്തിൽ പാർട്ടി അത് തന്നെയാണ് പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുള്ളത്, KPC പ്രസിഡന്റും എല്ലാം പറഞ്ഞിട്ടുള്ളത്. ശരി, ഡോക്ടർ മാളവിക, പിന്നെ ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഈ പാർട്ടികളൊക്കെ പുരുഷ മേധാവിത്വപരമാണ് എന്നൊക്കെ പറയുന്നു. പക്ഷെ നോക്കൂ, വയനാട് നിന്ന് ഒരു വനിതയാണ്, കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന നേതാക്കളിൽ ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. അവരുടെ മുമ്പിൽ പോലും പരാതി എത്തിയിട്ടുണ്ട്. അവർ പറഞ്ഞപ്പോൾ, ഇയാളെ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോൾ അങ്ങനെ നീക്കിക്കഴിഞ്ഞാൽ ഈ ആരോപണങ്ങളൊക്കെ ശരിയാണെന്ന് വരും, കുറച്ച് കഴിഞ്ഞ് നീക്കാം എന്നൊക്കെ പറഞ്ഞ് ഇത് ഡൈല്യൂട്ട് ചെയ്യുകയായിരുന്നാണ് കേൾക്കുന്ന ഉപശാലാവൃത്തങ്ങളിലെ വർത്തമാനങ്ങൾ. ഒരു വനിതാ നേതാവിൻ്റെ
തീർപ്പിന് പോലും അങ്ങനെയുള്ള ചില ബൈപ്പാസുകൾ ഉണ്ടാവുന്ന പാർട്ടികൾക്കില്ലേ?